നമ്മൾ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഹയർ ക്ലാസ് വണ്ടി അടുത്ത 6 മാസത്തേക്ക് നമ്മുടെ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ടക്ടർ ഈ ഗിഫ്റ്റ് കൊടുക്കും. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് ബലൂണുണ്ട്, ഇതിനകത്തൊരു ബുക്കുണ്ട്, പടം വരച്ച് കുഞ്ഞുങ്ങൾക്ക് വണ്ടി ഇരുന്ന് പടം വരയ്ക്കാനാണ്. ക്രയോൺസ് ഉണ്ട്, വരയ്ക്കാനുള്ള ക്രയോൺസ് ഉണ്ട്. ഊതി വിരിപ്പിച്ചാൽ ഐ ലവ് KSRTC എന്ന് കാണിക്കുന്ന ബലൂണുണ്ട്. ഇതിന് 4-5 മുട്ടായി ഉണ്ട്. ടിഷ്യൂ പേപ്പർ അമ്മയ്ക്കും കുഞ്ഞിനും ഉപയോഗിക്കാം, ടിഷ്യൂ പേപ്പർ അച്ഛനും ഉപയോഗിക്കാം. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇത് സ്പോൺസർഷിപ്പാണ്. എസ്ക്രോസ് എന്ന കമ്പനിയാണ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്. 6 മാസത്തേക്കുള്ള സാധനം അവർ തരും. സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ഈ അടുത്ത നാളില് ഏകദേശം 1.5 മാസം മുൻപാണ് പറഞ്ഞത്, ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ ഇതുപോലെയുള്ള ഫ്രീ ബീസ് പ്രഖ്യാപനം അരുത്, അത് ഡെമോക്രസിയുടെ അതായത് മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ കണ്ടു ഈ അടുത്ത നാളിലെ ബീഹാർ ഇലക്ഷന് നരേന്ദ്രമോദി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ 10,000 രൂപ ഓരോ സ്ത്രീക്കും കൊടുക്കുമെന്ന് പറഞ്ഞത് നമ്മൾ ഓർമ്മിക്കുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഇതുപോലെയുള്ള അതായത് ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന രീതിയിൽ ഈ ഡെമോക്രസിയിലെ ജനങ്ങൾ നിൽക്കും, എന്തെങ്കിലും കാരുണ്യം വലിച്ചെറിഞ്ഞു കൊടുത്താൽ അത് എടുത്തുകൊണ്ട് വോട്ട് ചെയ്യും, അങ്ങനെ വീണ്ടും ഭരണത്തിൽ വരാം എന്ന വിചാരത്തോടെ മാത്രമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പോലും തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്നു കമ്പനികൾ. അതുപോലെ തന്നെ അതായത് 5 പ്രധാനപ്പെട്ട രോഗങ്ങൾക്കുള്ള കാരുണ്യ ലോട്ടറി സിസ്റ്റത്തിൽ നിന്ന് ഇൻഷുറൻസ് സിസ്റ്റത്തിൽ നിന്ന് ആശുപത്രികൾ പിന്മാറുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്കൂളുകൾ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്നു. അങ്ങനെ എന്തൊക്കെ അപകടങ്ങളും എന്തൊക്കെ അപഖ്യാതികളുമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയതിൽ തെറ്റില്ല, തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് പക്ഷേ ഭരണത്തിൽ കയറിയ ആരംഭത്തിൽ നടത്തണമായിരുന്നു, അത് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യണമായിരുന്നു. എങ്കിൽ ഈ ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ആയിട്ട് നമുക്കത് ഉയർത്തിക്കാട്ടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഇറങ്ങിപ്പോകുന്നതിന്റെ തലേന്ന് ഇവിടെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് തന്നെ അറിയാം അവർ എത്ര മാസങ്ങൾ ക്ഷേമ പെൻഷൻ കിട്ടാതെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ടുവെന്ന്. അത് 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് പോലും അത് മുടക്കം വന്ന അവസ്ഥ നമുക്കറിയാം. അത്ര വലിയ ധനപ്രതിസന്ധിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പറഞ്ഞതുപോലെ എങ്ങനെയും 3-ാം വട്ടവും ഭരണം പിടിച്ചെടുക്കുക, അത് മാത്രമാണ് പാർട്ടിയുടെ ലക്ഷ്യം. 35 വർഷം ഭരിച്ച ബംഗാളിന്റെ അവസ്ഥ എന്തായി? ഇപ്പൊ 15 വർഷമായിട്ട് മമതാ ബാനർജിക്ക് അതിനെ ഉത്തരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ കേരളത്തെയും പടുകുഴിയിലേക്ക് തള്ളിയിടണം.